ഒരു പരീക്ഷണം ഒരു ബലായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളൊക്കെ ആകർഷിച്ചിട്ട് അവനിലേക്ക് പോകാനോട് വല്ലാത്ത ഒരു ആകർഷണം വന്നിട്ട് അവനിലേക്ക് ഓടിപ്പോകാൻ നോക്കുമ്പോൾ അവസാനം ആളുകൾ എന്തു ചെയ്യുന്ന ഇരുമ്പിന്റെ ചങ്ങലകളെ കൊണ്ട് സ്ത്രീകളെ ബന്ധിക്കുന്ന ഇവരൊക്കെ പുറത്തു അവന്റെ കൂടെ പോകുമെന്ന് പേടിച്ചിട്ട് അത്രക്കും വലിയ ഒരു മാരകമായ വിഷമാണ് ഫിത്രയാണ് ദജ്ജാൽ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലെ ഒലിയ ഇത് മനസ്സിലാക്കും, ഇവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. അങ്ങനെ ഈ ഒലിയ എന്ന് പറയും, ഓൻ ഇങ്ങോട്ട് വരുന്നും വേണ്ട. ഔലിയാക്കൾ അല്ലാഹു തആല ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, ഔലിയാക്കൾക്ക് പേടിയും ഭയവും മുഷിപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അള്ളാഹ് അങ്ങനെയാണല്ലോ അവരെ കൽബിൽ നിന്ന് മാറ്റണം. അവര് മൂപ്പര് പറയും എന്തിനാ പോകും, ഇങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് പോകാന്ന് പറയും. അങ്ങനെ ഈ അള്ളാഹുവിന്റെ ഈ ഒലി എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും ദജ്ജാലിനെ തേടിയിട്ട്. അങ്ങനെ ഉപ്പു തടാകം എന്നുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് ദജ്ജാലുമായിട്ട് ഈ ഒലി കണ്ടുമുട്ടുന്ന ഒരാളെ പിടിച്ചും കണ്ട് വാളുകൊണ്ട് വെട്ടി തുണ്ട കഷ്ണാക്കും, 2 കഷ്ണാക്കി മാറ്റും. എന്നിട്ട് അതിന് ശേഷം പറയും ജീവിക്കാൻ പറയും, ആ വ്യക്തി ജീവിക്കും. ഇങ്ങനെയുള്ള പലതും കാണുമ്പോൾ ആളുകൾ എന്ത് ചെയ്യാണ്, അതായത് കപട വിശ്വാസികൾ പൂർണ്ണല്ല, ഈ അത്ഭുതങ്ങൾ പിന്നാലെ പോണ ആളുകൾ, അത് കാത്തുരക്ഷിക്കട്ടെ, അവരൊക്കെ വേഗം വിശ്വസിച്ചിട്ട് പോകും. മാത്രമല്ല അള്ളാഹ്ക്ക് മാത്രമേ എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ ഇത് അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ. മറ്റേ അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ ചിലര് ഔലിയാക്കളിലൂടെ അള്ളാഹു തആല ഈമാനുള്ള ഔലിയാക്കളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങൾ അസാധാരണ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്, അല്ലെ? അല്ലെങ്കിൽ കാഫിരീങ്ങളുടെ അസാധാരണ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അതൊക്കെ സത്യമല്ല, അതൊക്കെ നിഷേധമാണ്, അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ. അങ്ങനെ വിശ്വസിച്ചവരും ഇത് കാണുമ്പോൾ ഇത് അള്ളാഹ്യിരിക്കും എന്ന് വിചാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه. എനിക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദജ്ജാലിന്റെ ഫിത്നയെ സംബന്ധിച്ച് പറയാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമായിട്ടുള്ള അവരുടെ പരിശുദ്ധ വാക്കുകളിൽ കൂടി നമുക്ക് ലഭിച്ച കാര്യങ്ങൾ അത് വിശദീകരിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമൊന്നുമല്ല. കാരണം ഇതുവഴി ഈമാൻ വർദ്ധിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, അതിനുവേണ്ടിയുള്ള ഹദീസൊന്നുമല്ല. മറിച്ച് വീണ്ടും സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയൻസ് പലരും ദജ്ജാലിനെ സംബന്ധിച്ച് സംസാരിക്കണമെന്ന് ഓഡിയൻസിന്റെ ആഗ്രഹമുണ്ടായത് കാരണത്താലും അവർ പറഞ്ഞത് കാരണത്താലും അവർ പരിഗണിക്കണമല്ലോ. നിങ്ങളെല്ലാം പരിഗണിക്കണമല്ലോ. ആ പരിഗണന കാരണത്താൽ ഒന്ന്. രണ്ടാമത്തത്, ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൊണ്ടും അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ കൊണ്ടും ഒക്കെ നമുക്കതിൽ നിന്നെല്ലാം അറിയാൻ സാധിച്ച കാര്യമായതുകൊണ്ടുമാണ് ഈ ഹദീസ് ഈ ദജ്ജാലിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. കാരണം പരിശുദ്ധ ഖുർആൻ സൂചന നൽകുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വ്യക്തമായിട്ട് അതിന്റെ അടയാളങ്ങളും മറ്റും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് ഉമ്മത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല അതിന്റെ ഫിത്നയെ തൊട്ട് നമ്മെ മുന്നറിയിപ്പ് നൽകുവാനും കൂടിയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടയാളങ്ങളും അവന് എങ്ങനെയാണ്, അവൻ ആരാണ്, അവന്റെ അടയാളങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നാലല്ലേ അവനെ തൊട്ട് അഭയം തേടാൻ പറ്റുള്ളൂ. നമുക്ക് അതിൽ നിന്നൊക്കെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ മുത്തുനബി അത് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇവിടെ ഈ ഫക്കീർ നിങ്ങളുടെ മുന്നിൽ വരാൻ കാരണം. എന്റെ പ്രിയമുള്ളവരെ, ദജ്ജാലിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ വളരെയധികം ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ നമ്മുടെ നിസ്കാരത്തിൽ 5 വഖ്ത് നിസ്കാരത്തിലും അത്തഹിയാത്ത്, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം ദജ്ജാലിനെ തൊട്ട്, മസീഹ് ദജ്ജാലിനെ തൊട്ട് നമ്മോട് അഭയം തേടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളെല്ലാവരും അഭയം തേടാറുണ്ടല്ലോ. ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞിട്ടാണ് ശാഫിഈ മദ്ഹബുകാര് അവരുടെ അത്തഹിയാത്ത്, ഫർള് നിസ്കാരത്തിലുള്ള അവസാനത്തെ അത്തഹിയാത്ത് അവസാനിപ്പിക്കുന്നത്. അതായത് മസീഹ് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടും ഫിത്നയിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മുത്തുനബി കാവലിനെ ചോദിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
എല്ലാ പ്രവാചകന്മാരും ഇതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുന്നറിയിപ്പ് നൽകിയെങ്കിൽ അത് ഈ പ്രവാചകരുടെ കാലത്താണ് അത് ഉണ്ടാവുക എന്നത് സുനിശ്ചിതമാണ്. നമ്മുടെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാവുക എന്നത് അതുകൊണ്ട് തന്നെ സുനിശ്ചിതമായി. മാത്രമല്ല നമ്മുടെ നബിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ നമ്മളിലേക്ക് ഉത്ബോധനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്ലെ? അൽഹംദുലില്ലാഹ്. ഈ മാത്രമല്ല ഈ ദജ്ജാൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ അർത്ഥം തന്നെ കള്ളം, വഞ്ചന എന്നൊക്കെയാണ്. അതായത് ഫിർഔനെ സംബന്ധിച്ച് ലഅനത്തുല്ലാഹിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? അന റബ്ബുക്കുമുൽ അഅല, ഞാൻ വലിയ റബ്ബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ ബാധിച്ചു വരുന്ന ഒരാളാണ് ദജ്ജാൽ. ഞാനാണ് അള്ളാഹു, അല്ലെങ്കിൽ ഞാനാണ് ദൈവം, ഞാനാണ് ഇലാഹി എന്ന് പറഞ്ഞിട്ടാണ് ഈ ദജ്ജാൽ വരിക. മനസ്സിലായി? മസീഹ് എന്ന് പറയും, മസീഹു ദജ്ജാൽ. മസീഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മസീഹ് എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചുകൊണ്ട്. ഇപ്പം മസീഹ് ഇബ്നു മറിയം, മറിയമിന്റെ മകൻ മസീഹ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് എന്താ, ഈസാ നബി അലൈഹി സ്വലാം ഒരു ഭാഗത്ത് ഇരിക്കുന്ന ആളല്ല, അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ ഇരുന്നിരുന്ന ആളാണ്. അതുകൊണ്ട് മസീഹ് എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നു? ഇതേപോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമിനെ പോലെയല്ല. അവർ ഹിദായത്ത്, സന്മാർഗം ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഇവൻ ദുർമാർഗത്തിലായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ദജ്ജാൽ എന്തുണ്ട്? അവസാന കാലത്തെ 10 അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് ആ 10 അടയാളങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അടയാളാണ് അവസാന കാലത്തുള്ള 10 അടയാളം. അതായത് ഖിയാമത്ത് നാൾ വരുന്നതിനോട് അടുത്തിട്ടുള്ള 10 അടയാളങ്ങളാണ്. അതിൽ ഒന്നാണെന്ത്? ദജ്ജാൽ, മസീഹു ദജ്ജാലിന്റെ വരവ്. അത് പല റിവായത്തിൽ പല മഹാന്മാരും അതിനെ, പണ്ഡിതന്മാര് അതിനെ എന്താ പറയാ, അതിന് ക്രമത്തിൽ അങ്ങോട്ട് കൊണ്ട് വ്യത്യാസപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവൻ അവസാന കാലഘട്ടത്തിലുള്ള 10 അടയാളങ്ങളിൽ ഉണ്ടാവാൻ പോകുന്ന 10 അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണെന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. അതിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് 1-ാമത്തെ അടയാളമായിട്ടാണ് അത് വരിക എന്ന് പറഞ്ഞവരും ഉണ്ട്. അൽഹംദുലില്ലാഹ്. പറഞ്ഞു വരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ശരി, ഇത് വലിയൊരു ഫിത്നയാണ്, വലിയ ഒരു പരീക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ. അതിൽ യാതൊരു സംശയവുമില്ല. റവാഹു മുസ്ലിം ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഉണ്ട്. അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഖാല, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നു. ഖാല, മഹാനവറുകൾ പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമിസ് സാഅതി അംറുൻ അക്ബറു മിനദ് ദജ്ജാലി. അതായത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിനും ഖിയാമത്ത് നാളിന്റെ വരവിനും ഇടയിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും വലിയ അക്ബറായ ഒരു കാര്യമായിട്ടാണ് എന്ത്? ദജ്ജാലിന്റെ വരവ്. അതായത് ദജ്ജാലിനേക്കാൾ വലിയതായ ഒരു സംഭവം ഈ രണ്ടിനിടയിൽ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ അതിന്റെ ഗൗരവം മനസ്സിലായില്ല. അതായത് ആദം നബി അലൈഹി സ്വലാമിന്റെ സൃഷ്ടിപ്പിനും അവസാന സാഅത്ത്, ഖിയാമത്ത് നാളിനും ഇടയിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങളുണ്ട്. പല അനിഷ്ട സംഭവങ്ങളും പല ഭയാനകമായ സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിൽ ദജ്ജാലിനേക്കാൾ വലിയതായ ഒരു സംഭവം ഉണ്ടാവുകയില്ല. അപ്പൊ അത്രക്കും ആ സംഭവങ്ങളിൽ ഏറ്റവും വലിയൊരു സംഭവമാണ്, വലിയൊരു ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന എന്ന് ആരാ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഈ ദജ്ജാലിന്റെ വരവ് ഏത് ഭാഗത്ത് നിന്നാണ് എന്നുള്ളതിനും പല അഭിപ്രായങ്ങൾ. കാരണം മഹാന്മാർ പല വിധത്തിലും, മഹാന്മാരെ പണ്ഡിതന്മാര് അതിനെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് ഇങ്ങനെയാണ്, ഇവിടെ നിന്നായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അതിലുണ്ട്. ചിലർ റിവായത്ത് ചെയ്ത് കിഴക്ക് ഭാഗത്തുള്ള ഖുറാസാൻ എന്ന പ്രദേശത്തിൽ നിന്നാണ് ദജ്ജാലിന്റെ വരവുണ്ടാവുക എന്ന് പ്രവാചകന്റെ ഹദീസിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വേറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അസ്ബഹാനിലെ യഹൂദ വിഭാഗത്തിൽ നിന്ന് അവൻ പുറത്തു വരുമെന്നാണ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദീസുകൾ ശരിയാമണത്തിൽ വിലയിരുത്തൽ ഇതെല്ലാം ഒരു ഭാഗത്തേക്ക് തന്നെയാണ് എന്താണ് കുറിക്കുന്നത്. അത് മനസ്സിലാക്കുന്നിടത്ത് ആ വിശദീകരണം ചെയ്യുന്നിടത്ത് വന്ന ചില ഈ ജിത്തിഹാദിൽ വന്നിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ്.
മനസ്സിലാവുന്ന ഇമാം അഹമ്മദ് റഹിമഹുല്ല ഇമാം സ്വഹീഹ് സിത്തയിൽ സ്വഹീഹ് സിത്ത ഇമാം അത് സ്വഹീഹിന്റെ സാഹിബായ ഇമാം അഹമ്മദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു യഖൂൽ, അതായത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ടുള്ള ഒരു ഹദീസ് ഇമാം അഹമ്മദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. എന്താണ് പറഞ്ഞത്? അസ്ബഹാനിലെ യഹൂദിയയിൽ നിന്നാണ് ദജ്ജാൽ പുറത്തു വരിക. അവന്റെ കൂടെ 70,000 യഹൂദന്മാരും ഉണ്ടാവും. അപ്പൊ ദജ്ജാൽ ഒന്നിച്ച് ഒറ്റ ആളായിട്ടല്ല വരിക, അവനെ അനുഗമിക്കാൻ ആരുണ്ട്? ജൂതന്മാരുണ്ടായിരിക്കും. 70,000-ഓളം ജൂതന്മാരുടെ കൂടെ അകമ്പടിയോട് കൂടെയാണ് ദജ്ജാൽ വരുന്നത്. ദജ്ജാല് തന്നെ ഒരു എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ ദജ്ജാലിന്റെ ആകാരത്തിലോ വ്യക്തിത്വത്തിലോ അല്ല ഇതിൽ വലിയ വിഷയം കിടക്കുന്നത്. ദജ്ജാലിന്റെ അത്ഭുതങ്ങളാണ് ഫിത്നയായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ അവന്റെ പീഡനങ്ങളാണ്, അക്രമങ്ങളാണ് ഫിത്നയായിട്ട് മാറുന്നത്. ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും ദജ്ജാലിൽ സ്ത്രീകളെല്ലാം ദജ്ജാലിനോട് വല്ലാത്ത പ്രണയം വരുന്നു. സ്ത്രീകൾക്ക് പ്രത്യേക ആകർഷണം. അവന് പല കഴിവുകളും അല്ലാഹു തആല താൽക്കാലികമായി ഒരു പരീക്ഷണം ഒരു ബലായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളൊക്കെ ആകർഷിച്ചിട്ട് അവനിലേക്ക് എന്നോട് വല്ലാത്ത ഒരു ആകർഷണം വന്നിട്ട് അവനിലേക്ക് ഓടിപ്പോകാൻ നോക്കുമ്പോൾ അവസാനം ആളുകൾ എന്തു ചെയ്യുന്ന, ഇരുമ്പിന്റെ ചങ്ങലകളെ കൊണ്ട് സ്ത്രീകളെ ബന്ധിക്കുന്ന ഇവരൊക്കെ പുറത്തു അവന്റെ കൂടെ പോകുമെന്ന് പേടിച്ചിട്ട് അത്രക്കും വലിയ ഒരു മാരകമായ വിഷമാണ് ഫിത്നയാണ് ദജ്ജാൽ. അതായത് ഈ അവന്റെ ആകാരത്തിലല്ല വിഷയം, അവന്റെ അത്ഭുതങ്ങൾ ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. ഏറ്റവും കൂടുതൽ ഈ കള്ളശേഖന്മാര് അതുപോലെ തന്നെ ഈ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകളെ കാണാതെ, അതുപോലെ തന്നെ ഈ കൂടുതൽ സാഹിര്യങ്ങള്, കൂടോത്രക്കാര്, ഇങ്ങനത്തെ എന്തെങ്കിലും സാധാരണത്തിൽ വ്യത്യസ്തമായ അത്ഭുതങ്ങൾ എവിടെയെങ്കിലും കാണിക്കണം, അവിടെ കൂടുതൽ പോകുന്നവരായിരിക്കും, സ്ത്രീകളായിരിക്കും അല്ലെ. രോഗശമനായാലും അതുണ്ടാവും, പല പ്രതീക്ഷകളുമായിട്ട് അങ്ങനെ മണ്ടു നൽകാൻ സ്ത്രീകളായിരിക്കും. അതുപോലെ തന്നെ ഉണ്ടാവും, സ്ത്രീകളാവും കൂടുതൽ. അവന്റെ ആകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വല്ല ഭംഗിയുള്ള ആകാരമൊന്നുമല്ല, അങ്ങനൊന്നുമല്ല. ഇപ്പോ ആകാരത്തിനെ സംബന്ധിച്ച് ഹദീസിൽ ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ, ഇബ്നു ഉമർ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ മഹാനവറുകളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അവർ റിപ്പോർട്ട് നിവേദനം ചെയ്തു. അദ്ദജ്ജാലു അഅ്വറുൽ ഐനിൽ യുംന. എന്താണത്? അഴവർ എന്ന് പറഞ്ഞാൽ അന്ധനാണ്, അതായത് കാഴ്ചയില്ലാത്ത ആളാണ്. അഴവർ എന്ന് പറഞ്ഞാൽ കണ്ണുണ്ട്, കാഴ്ചയില്ല, അതാണ്. അഴവറുൽ ഐനിൽ യുംന, വലത് കണ്ണിന്റെ, കേട്ടോ, അവിടെ വലത് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ് ദജ്ജാല്. കഅന്ന ഐനഹു ഇനബത്തുൻ ത്വാഫിയ, കഅന്ന ഐനഹു, അവന്റെ കണ്ണ് ഏതുപോലെയാണ്? കഅന്ന ഐനഹു ഇനബത്തുൻ ത്വാഫിയ, ഒലിച്ചുപോയ മുന്തിരിങ്ങാപ്പഴം പോലെയാണ് അവന്റെ കണ്ണ്. ഒലിച്ചുപോയ മുന്തിരിങ്ങാപ്പഴം പോലെയാണ് കാണുമ്പോൾ അവന്റെ കണ്ണ് കാണുക. അവന്റെ കണ്ണ്, അവന്റെ ആ വലത് കണ്ണ് അത് കാഴ്ചയില്ലാത്തത് പോലെയാണ്. ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ദജ്ജാലിന്റെ ഇടത് കണ്ണ് തടവിയതുപോലെയുമാണ്. അതായത് ദജ്ജാലിന്റെ വലത് കണ്ണാണ് ഇപ്പൊ ഈ പറഞ്ഞത്, മുന്തിരിങ്ങാപ്പഴം പോലെ, ഒലിച്ചുപോയ മുന്തിരിങ്ങാപ്പഴം. അപ്പൊ അങ്ങനെ പൊട്ടിപ്പോയ, അങ്ങനെ ഒലിച്ചുപോയ മുന്തിരിങ്ങാപ്പോലെ പഴം പോലെയാണ് വലത് കണ്ണ്. ഇടത് കണ്ണ് തടവിയതുപോലെ ഇരിക്കും, ആരെങ്കിലും ഒന്നിങ്ങനെ തടവിയതുപോലെ ഇരിക്കും. അവന്റെ ഇടത് കണ്ണ് തടവിയതുപോലെയാണ്, അതിൽ ഒരു പാടുണ്ട്. അവന്റെ 2 കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദജ്ജാലിന്റെ 2 കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. ആ കാഫിർ എന്ന് എഴുതിയതുണ്ടല്ലോ, അത് വിവരമില്ലാത്തവരായാലും ശരി, വിവരമുള്ളവരായാലും ശരി, വിവരമില്ലാത്തവരും വിവരമുള്ളവരുമായി എല്ലാ മുസ്ലിമിനും അത് വായിക്കാൻ സാധിക്കുന്നത് കാഫിർ എന്ന്. വലിയൊരു വിഷയമാണിത്. ഇത് അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഹദീസിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്ത് ചരിത്രം എഴുതിയ ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും. ഹദീസിൽ നിന്നുള്ളത് തന്നെയാണത്. അതായത് ദജ്ജാലിന് എവിടെ കടക്കാൻ പറ്റൂല? മദീനയിൽ കിടക്കാൻ പറ്റൂല. അല്ലാഹു തആല മദീനയിൽ എടുക്കാനുള്ള കഴിവ്. മറ്റൊരു ഇതിലുള്ളത് ഹറമിലും കിടക്കാൻ, ഹറമിൽ ഏതായാലും കിടക്കാൻ പറ്റില്ല, മക്കയിലും കിടക്കാൻ പറ്റൂല എന്നാണ്.
ദജ്ജാലിന് പ്രവേശിക്കാൻ പറ്റാത്ത ഇടങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ദജ്ജാലിന് പ്രവേശിക്കാൻ അള്ളാഹു താല കഴിവ് നഷ്ടപ്പെടുത്തിയ ഇടങ്ങൾ, അവിടെയൊക്കെ ദജ്ജാലിന് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പൊ ആ സന്ദർഭത്തിൽ ദജ്ജാൽ ഇറങ്ങിയ വേഗം അങ്ങോട്ട് പോകണതാണ് ഏറ്റവും നല്ലത്. മനുഷ്യരനെ തൊട്ട് കാവൽ തേടാൻ പറ്റും. ഏതൊക്കെ സ്ഥലത്താണ്? ഒന്ന് മസ്ജിദുൽ ഹറാം, ഹറമിൽ കയറാൻ പറ്റില്ല. മസ്ജിദുൽ ഹറാമിൽ അവന് പ്രവേശിക്കാൻ സാധ്യമല്ല. പിന്നെ ഒന്ന് മസ്ജിദുൽ നബവി, മുത്തുനബിയുടെ പള്ളി, മസ്ജിദുൽ നബവിയിൽ അവന് കയറാൻ പറ്റില്ല. പിന്നെ മസ്ജിദുൽ അഖ്സയിലേക്ക് അവന് പ്രവേശനമില്ല. പിന്നെ മസ്ജിദുൽ തൂറിലേക്കും അവന് പ്രവേശനമില്ല. നോ എൻട്രി. അവിടേക്ക് എന്തില്ല, ഒരു രക്ഷയും ഇല്ല, അങ്ങനെ പ്രവേശിക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ കൂടാ, അല്ലേ? അവിടെ കൂടിയാൽ ഇവന്റെ ഷെറ് എന്ത് ചെയ്യാൻ പറ്റും? ഷെറിനെ തൊട്ട് കാവല്. ഇതൊക്കെയാണ് റസൂൽ ആദ്യം പറയണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഇത് ഉറപ്പാണ്, ഇതുണ്ടാവും, ദജ്ജാലുണ്ടാവും. പക്ഷേ എന്തുണ്ട്, അത് എന്ത് ചെയ്യാൻ പറ്റൂല, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അല്ലാണ്ട് റസൂൽ ആദ്യം പറയാം. ഇവിടെ ഒന്നും പ്രവേശിക്കാൻ പറ്റൂല. ചരിത്രത്തിൽ കാണാൻ സാധിക്കും, മദീനയിലേക്ക് അവൻ വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാല് അവൻ മദീനയിലേക്ക് വരുമ്പോ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഒലി ഉണ്ടായിരിക്കും. അന്നത്തെ കാലഘട്ടത്തിൽ അവസാന കാലം വരെ ഒലി ഉണ്ടാവില്ല. ഔലിയാക്കളില്ലാത്ത കാലം വരുമ്പോഴാണ് യഖൂലു അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹ് എന്ന് അറിഞ്ഞു പറയുന്ന ഒരു വ്യക്തി ഇല്ലാത്ത കാലത്തോളം, ഉണ്ടാവുന്ന കാലത്തോളം ഖിയാമത്ത് സംഭവിക്കില്ല എന്നല്ല ഹദീസ്. ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് സംഭവിക്കില്ല ഹത്താ യഖൂല അല്ലാഹു അല്ലാഹ്, അല്ലേ? അള്ളാഹു അല്ലാഹ് എന്ന് പറയുന്ന, അറിഞ്ഞു പറയുന്ന ഒരാൾ ഉണ്ടാവുന്ന കാലത്ത് ഖിയാമത്ത് നാളെ സംഭവിക്കൂല. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലെ ഒലി ഇത് മനസ്സിലാക്കും, ഇവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. അങ്ങനെ ഈ ഒലി എന്ന് പറയും, ഓൻ ഇങ്ങോട്ട് വരുന്നും വേണ്ട. ഔലിയാക്കള് അല്ലാഹു തആല ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, ഔലിയാക്കൾക്ക് പേടിയും ഭയവും മുഷിപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അള്ളാഹ് അങ്ങനെയാണല്ലോ അവരെ കൽബിൽ നിന്ന് മാറ്റണം. അവര് മൂപ്പര് പറയും, എന്തിനാ പോകും, ഇങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് പോവാന്ന് പറയും. അങ്ങനെ ഈ അള്ളാഹുവിന്റെ ഈ ഒലി എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും ദജ്ജാലിനെ തേടിയിട്ട്. അങ്ങനെ ഉപ്പു തടാകം എന്നുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് ദജ്ജാലുമായിട്ട് ഈ ഒലി കണ്ടുമുട്ടുന്ന, ഉപ്പു തടാകത്തിന്റെ അവിടെ വെച്ച് കണ്ടുമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദജ്ജാൽ എന്ത് ചെയ്യും, അവന്റെ കൂടെ കുറെ ആളുകൾ അവനെ കൊട പിടിച്ചിട്ടുണ്ടായിരിക്കും, അവന്റെ കീഴിലായിട്ട്. അപ്പൊ ദജ്ജാല് പറയും, ഈ ദജ്ജാലിനെ കണ്ടപാട് ദജ്ജാല് പറയും, ഞാൻ ദൈവമാണ്, ഞാൻ ഇലാഹാണ്, ഞാൻ റബ്ബാണ്, അതുകൊണ്ട് എന്നെ കൊണ്ട് വിശ്വസിക്കണമെന്ന് ആ ഒലിയിനോട് പറയുമ്പോൾ ആ ഒലി പറയും, നീ ദജ്ജാലാണ്, നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിക്കില്ല. ആ ക്ഷണം ഈ ഒലിയിനെ ദജ്ജാൽ എന്ത് ചെയ്യും, കൊന്നുകളയും. ഈ ചരിത്രത്തിലതൊക്കെ കാണാൻ സാധിക്കും. രണ്ട് പിളർപ്പാക്കി മാറ്റുന്ന, കാല് പിടിച്ചും കൊണ്ട് ഇങ്ങനെ പിളർപ്പാക്കി മാറ്റുന്നതാണ്. അത്രയ്ക്ക് വലിയ ഭീകരമായ അവസ്ഥയാണ് ദജ്ജാൽ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ അവന്റെ ശരീരത്തെ തൊട്ട് നമ്മളേവരെയും. ഈ ഒലിയിൽ അങ്ങനെ കൊന്നു കളഞ്ഞാൽ, എന്നിട്ട് അനുയായികളോട് കണ്ടില്ല, ഞാൻ അവനെ മരിപ്പിച്ചു, അവരെല്ലാവരും വാർത്തട്ടസിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, ഇനി അവനെ ഞാൻ ജീവിപ്പിക്കുന്നത് നോക്കും, ഞാൻ റബ്ബാണെന്ന് തെളിവ് ഞാൻ കാണി അവനെ ജീവിപ്പിക്കുന്നത് നോക്കും. അങ്ങനെ ദജ്ജാൽ പിന്നെന്ത് ചെയ്യും, അവനെ ജീവിപ്പിക്കും. അല്ലാഹു തആല അതിനുള്ള കഴിവ് കൊടുക്കുമെന്നാണ്. അതൊരു ബലായിട്ട് അല്ലാഹു തആല ഇറക്കുന്നതാണ്. ഈ കഴിവുകൾ, അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് അത് വിശ്വസിക്കുന്ന ആളുകൾ വളരെ സൂക്ഷിക്കണം. അത്ഭുതങ്ങൾ കാണിക്കലോ, അത്ഭുതങ്ങൾ വെളിവാകലോ, അത്ഭുതങ്ങൾ കാണിക്കലോ എന്തല്ല, അതൊന്നും ഒരു തെക്കുവയുടെയോ അള്ളാഹു സ്വീകരിച്ച ആളാണ് എന്നുള്ളതിന്റെയോ തെളിവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഇസ്തിദ്രാജ് എന്നുള്ള നിലക്ക് സത്യനിഷേധികളിൽ കൂടി വരും, ദജ്ജാലിൽ കൂടി വരും എന്ന് മുത്തുനബിയല്ല പറയുന്നത്, മനസ്സിലാവുന്ന. അപ്പോ അവൻ അങ്ങനത്തെ കഴിവുകളൊക്കെ കാണിക്കുന്നു. ഒരു ഇതിൽ കാണാൻ സാധിക്കും, ഒരു ഹദീസിനെ കോട്ട് ചെയ്തിട്ട് ഒരു ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും, ദജ്ജാൽ എന്ത് ചെയ്യും, ഒരു ഖബറിലുള്ള ആളെ, ഒരു നല്ലൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഖബറിൽ എഴുന്നേൽപ്പിക്കും, എഴുന്നേൽക്കുക എന്ന് പറയും. അങ്ങനെ ഇയാൾ എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വന്നിട്ട് എല്ലാവരോടും പറയും, കണ്ടില്ലേ, ഞാൻ അവനെ എഴുന്നേൽപ്പിച്ചു, അല്ല അവനെ ഞാൻ ജീവിപ്പിച്ചു. കാരണം മരിച്ചാണ് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ജീവിപ്പിച്ചു. അങ്ങനെ ജീവിപ്പിക്കും. അങ്ങനെ അവനോട് പറയും, എന്ത്, നീ എന്നെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയും, ഞാൻ നിന്നെ ജീവിപ്പിച്ചു എന്ന് പറയും. എന്നിട്ട് ഇവരോട് പറയും, ഞാൻ അവനെ മരിപ്പിക്കും. അങ്ങനെ ദജ്ജാൽ ഈ ചെറുപ്പക്കാരൻ കൊന്നുകളയും. മനസ്സിലാവുണ്ട? അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഭൂമിയുടെ മുകളിലുള്ളവർക്ക് മാത്രമല്ല. അതാണ് നമ്മൾ ചിന്തിക്കണം. ദജ്ജാലിന്റെ മുന്നേ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നൊന്നും വിചാരിക്കാൻ പറ്റൂല. മരണപ്പെട്ടവരെ ഖബറിൽ വരെ അവരുടെ ഫിത്ന ഉണ്ടാവുന്ന, അതാണ് ഏറ്റവും വലിയ, എന്താ പറഞ്ഞത്, ഏറ്റവും വലിയ അക്ബറായ കാര്യം, അമ്രുൻ അക്ബർ എന്ന് ഹദീസിൽ വന്നത്. മനസ്സിലാവണ്ട? എന്നിട്ടാണ് അവന്റെ ഷെറുണ്ടാവുന്നതാണ് ഖബറിലുള്ള ആളുകൾക്ക് വരെ. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞു, എന്റെ പ്രിയമുള്ളവരെ, ഫത്തഹിയ്യാത്തിലെ അവസാനത്തെ ദുആ പഠിച്ചോളി, ദുആയിരുന്നോളി. ഇനി അത് പഠിക്കാൻ പറ്റണില്ല, പ്രായമായി പഠിക്കാൻ പറ്റണില്ല,
എപ്പോഴും തുറന്നുകൊണ്ടിരിക്കും. പഠിച്ചോനെ മസീഹ് ദജ്ജാലിന്റെ ഫിത്തനയിൽ നിന്ന് എന്നെയും എന്റെ കൂട്ടു കുടുംബാദികളെയും മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും കാത്തു സംരക്ഷിക്കണേ അല്ലാന്ന് അഭയം തേടിക്കൊണ്ടിരുന്നോളൂ. എല്ലാ വക്തത്തിലും മലയാളത്തിലും അഭയം തേടാം. ഭയങ്കര ഷെറാണ് വന്നത്. അപ്പൊ ഇവരെല്ലാരും കൂടെയുള്ള ഈ മണ്ടൂസന്മാരൊക്കെ കൂടി പറയും, നിങ്ങൾ എന്നെ ദൈവം. ഇങ്ങനെ പലതും സംഭവിക്കാണ്ട്. അങ്ങനെ ഏതായാലും ഈ അള്ളാഹുവിന്റെ ഒലിയ മദീനയിൽ നിന്ന് വന്ന് ഉപ്പ് തടാകത്തിൽ നിന്ന് അവനെ സന്ധിക്കുകയും ഈ ഒലിയനെ അവൻ എന്ത് ചെയ്യുന്നു, കൊല്ലുകയും വധിക്കുകയും ആ ഒലിയ ഷഹീദായി. അതിനുശേഷം അവൻ ജീവിപ്പിക്കും, ഒലിയ ജീവിക്കും. മനസ്സിലാവുണ്ട? അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഒലിയനോട് ചോദിക്കും, ഞാൻ റബ്ബാണ്, നീ എന്നെ കൊണ്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഒലിയ പറയും, ദജ്ജാൽ നിന്റെ ആ നെറ്റിത്തടത്തില് കാഫിർ എന്ന് എഴുതി വെച്ച് കാണുന്നു, അതുകൊണ്ട് നീ കാഫിറാണ്, നീ ദജ്ജാലാണ്, നീ ദൈവമല്ല, നീ റബ്ബല്ല എന്ന് പറയും. അപ്പോഴാണ് ഇദ്ദേഹത്തെ കൊന്നുകളയുന്നത്. പിന്നെ എഴുന്നേൽപ്പിക്കും, അത് ജീവിപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തോട് പറയും, ഇപ്പോൾ നിനക്ക് മനസ്സിലായി ഞാൻ റബ്ബാണ്, കാരണം ഞാൻ നിന്നെ ജീവിപ്പിച്ചില്ലേ, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ റബ്ബാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒലിയ അപ്പോഴും പറയും, എടാ ദജ്ജാലെ, നീ ഇങ്ങനെ ചെയ്യുമെന്നും നിനക്ക് ഇങ്ങനെ ജീവിപ്പിക്കാൻ സാധിക്കുമെന്നും നീ ഇങ്ങനെ കൊല്ലുമെന്നും അത് വധിക്കുമെന്നും അതിനുശേഷം ജീവിപ്പിക്കുമെന്നൊക്കെ ഞങ്ങൾ അള്ളാന്റെ ഹബീബായ ഞങ്ങളുടെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒന്നുകൂടെ ഉറപ്പായി നീ ദജ്ജാലാണ്. മനസ്സിലാവും? ഇത് കേട്ടപ്പോ രോഷം മൂത്തിട്ട് ദജ്ജാൽ ഈ മഹാനെ കൊല്ലാൻ വീണ്ടും പരിശ്രമിക്കുന്നു. പക്ഷെ അല്ലാഹു തആല അവനിൽ നിന്നും ആ കഴിവിനെ അല്ലാഹു തആല ഊരിക്കളയുന്നു. പിന്നെ അവർക്ക് സാധിക്കില്ല. അതിൽ ഇവർക്ക് പേടിയായി, ഇവരവിടെ തിരിക്കും മടങ്ങും, അവനവിടെ ചമ്മിപ്പോവും അവന്റെ ആളുകൾ അവിടെ. പക്ഷെ അവന്റെ കുറെ കാരണങ്ങൾ, അവരുടെ ചില കാര്യങ്ങൾ കാരണത്താൽ വീണ്ടും ആളുകൾ എന്ത് ചെയ്യും, അവരുടെ കൂടെ കൂടും. കാരണം അവരിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ശിക്ഷയും പീഡനവും എന്തുണ്ടാവും അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് പേടിച്ചിട്ട് ആളുകൾ അവരുടെ കൂടെ പിന്നെയും കൂടും. മാത്രമല്ല അവന് എതിരാളിയായിട്ട് ആരുമില്ല, അവനാണ് വലുത്. ഇതിപ്പോ ഈ ഒലിയനെ പിന്നെ കൊല്ലാൻ പറ്റിയില്ല എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒലിയന് ഇങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇവനെ വധിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇവരൊക്കെ കൂടി ഇവന്റെ കൂടെ തന്നെ കൂടാൻ. എന്തായാലും ഇതിൽ എന്തൊക്കെ രഹസ്യം ഉണ്ട് എന്നുള്ള നിരക്ക് അങ്ങനെയാണല്ലോ ഇന്നത്തെ ആളുകൾ, അങ്ങനെയാണല്ലോ. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ ആപ്തവാക്യങ്ങളെയൊക്കെ നിഷേധിച്ച് കാണുന്ന അത്ഭുതങ്ങളുടെയും പേടിപ്പിക്കപ്പെടുന്ന ആളുകളുടെ പിന്നാലെ പോകുന്ന ഒരു രീതി അത് മാറ്റണം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളെല്ലാവരും. മനസ്സിലാവുണ്ടോ? അങ്ങനെ ചുരുക്കം പറഞ്ഞിട്ട് ഇയാൾക്ക് ഒരിക്കലും മദീനത്ത് വരാൻ പറ്റൂല. ഈ ദജ്ജാൽ ഇപ്പോഴൊന്നല്ല, കുറേ മുന്നേ ജനിച്ചിട്ടുണ്ട്. മിഷ്കാത്ത് ഷെരീഫിലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. അള്ളാന്റെ റസൂലിന്റെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഖത്താൻ എന്നുള്ള ഒരു സ്ത്രീയുടെ മകനായിട്ടാണ് ദജ്ജാൽ. ജൂതന്മാരിൽപ്പെട്ട ഖത്താൻ എന്നുള്ള ഒരു സ്ത്രീയുടെ മകനായിട്ടാണ് ദജ്ജാൽ വരികയാണ്. അങ്ങനെ ദജ്ജാലിനെ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ സഹാബാക്കള് ഒരു പ്രത്യേകമായ ഒരു മനുഷ്യൻ ജനിച്ചിരിക്കുന്നു, അദ്ദേഹം ജനിച്ച പാടന്നെ വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളെ കൂട്ടി പോയ ചരിത്രമൊക്കെ മിഷ്കാത്തിൽ കാണാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കൂടെയാണ് അള്ളാഹിന്റെ റസൂല് വേറെ സഹാബിമാരാണ് അങ്ങോട്ട് പോകുന്നത്, ദജ്ജാലിന്റെ അങ്ങോട്ട്. ദജ്ജാലിന്റെ ഇവൻ ജനിച്ചു എന്ന് കേട്ടപ്പോൾ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ആരാണ്? അപ്പൊ ഖത്താൻ എന്നാണ് അവന്റെ മാതാവിന്റെ പേര് എന്ന് പറഞ്ഞപ്പോ അന്ന് അത് ദജ്ജാൽ തന്നെയാണ് എന്നുള്ള നിഗമനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പോവുകയാണ്. പോകുന്ന സന്ദർഭത്തിൽ അവര് അള്ളാഹിന്റെ റസൂൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ എത്തി ദജ്ജാലിന്റെ അടുക്കലെത്തി കണ്ടു. അപ്പൊ ദജ്ജാല് പറഞ്ഞത് മിഷ്കാത്ത് ഷരീഫിലൊക്കെ ഇത് വിവരിച്ചിട്ടുണ്ട്. ദജ്ജാലിനോട് അള്ളാഹുവിന്റെ റസൂല് പറയും, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, നീ എന്നെ കൊണ്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അതില് ഈ ദജ്ജാല് പറയും, ഞാൻ വിശ്വസിക്കില്ല, ഞാൻ റബ്ബാണ്, ഞാൻ ദൈവമാണ്, ഞാൻ ഇലാഹാണെന്നുള്ള വാദം ദജ്ജാല് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിച്ചതിന് ഈ ഇതിലേക്ക് ധിക്കാരത്തോടുകൂടി പറഞ്ഞതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്തുകൊണ്ട് ദജ്ജാലിനെ വെട്ടിയെന്നും ആ വെട്ടിയിൽ പക്ഷെ ദജ്ജാലൊന്നും സമ്മതിക്കാതെ തിരിച്ചും ഉമർ റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് തന്നെ വാള് വരികയും അത് മുഖത്ത് മുറിവ് സംഭവിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ പുണ്യമായ ഉമിനീര് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ നെറ്റിത്തരത്തിൽ കൊണ്ട് തടവുകയും ഉമിനീര് കൊണ്ട് പരിശുദ്ധമായ ഉമിനീര് കൊണ്ട് തടവുകയും അത് ആ മുറിവ് അങ്ങനെ മാറിപ്പോവുകയും ചെയ്തു എന്നാണ്. ദജ്ജാൽ എന്ത് ചെയ്യും? അവൻ എന്താണ് ദൈവമാണ് എന്ന് അറിയിക്കുന്ന, റബ്ബാണ് ഇലാഹാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഇവര് മുത്തുനബിയും ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പോൾ സംസാരിച്ച കാര്യങ്ങൾ ചിലത് നിങ്ങൾ ഇന്നതൊക്കെ സംസാരിച്ചില്ല എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാ. അപ്പൊ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് ഹൃദയത്തിൽ കരുതി. എന്നിട്ട് പറയും എന്താണ് അത് പറയാൻ പറഞ്ഞു.
അപ്പൊ ദജ്ജാൽ ബെബ്ബടിച്ചിരുന്നു, സംസാരിക്കാൻ സാധിച്ചില്ല എന്ന്. അള്ളാഹു റസൂൽ പറഞ്ഞു, വാ നമുക്ക് മടങ്ങാം എന്ന് പറഞ്ഞു മടങ്ങിയെന്നാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖേനയായിട്ട് ദജ്ജാലിനെ അവിടെ നിന്ന് വൈകി സഞ്ചരിച്ച ഉസ്മാൻ റളിയല്ലാഹു പോലെയുള്ള കുറച്ച് സഹാബാക്കള് അവരെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ദജ്ജാലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന എടുത്തുകൊണ്ട് അങ്ങ് ദൂരേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ദജ്ജാൽ എവിടെയാണോ അവിടെ കൊണ്ടാക്കി എന്ന് മനസ്സിലാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശർറിനോട് കാത്തു രക്ഷിക്കട്ടെ. ഏതായാലും ശരി. അപ്പൊ ദജ്ജാൽ എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, മദീനയിലേക്ക് പ്രവേശനമില്ല. ഹദീസിൽ കാണാൻ സാധിക്കും. എന്ത്? അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, ഖാല അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? അലാ അൻഖാബിൽ മദീനത്തി മലായിക, മദീനയുടെ കവാടങ്ങളിൽ മലക്കുകളുണ്ട്. ലാ യദ്ഖുലുഹാ അത്വാഊനു വലദ്ദജ്ജാൽ, അവിടേക്ക് വെള്ളപ്പാണ്ടോ അല്ലെങ്കിൽ ദജ്ജാലോ അവിടേക്ക് പ്രവേശിക്കൂല. മദീനയിലേക്ക് വെള്ളപ്പാണ്ട് വരൂല, പ്രവേശിക്കൂല. അതുപോലെ തന്നെ എന്തില്ല, മദീനയിലേക്ക് ദജ്ജാലും പ്രവേശിക്കൂല. ഇത് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. അതായത് ഇമാം ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയും മുസ്ലിം ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയും അവരുടെ സ്വഹീഹുകളിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. മനസ്സിലാവുന്ന, അതായത് മദീനത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല ഈ ദജ്ജാലിൽ. മനസ്സിലാവും, അവിടേക്ക് എൻട്രി ഇല്ല. ഇത് തന്നെ ഇസ്ലാം ഹക്കാണ് എന്നുള്ളതിന് ശരിവെക്കുന്നത് മുസ്ലിമീങ്ങളെല്ലാമാണ് ഹക്കിന്റെ അഹ്ലുകാര്. മുസ്ലിമീങ്ങളുടെ സ്ഥാപനം ആ മദീനയെ അല്ലാഹു തആല സംരക്ഷിക്കും, ഹറമിനെ സംരക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് മനസ്സിലായി? അത് ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ ശരിവെക്കുകയും അതുപോലെ തന്നെ ദജ്ജാലിന്റെ കഴിവ് അവരുടെ സ്വന്തമല്ല എന്നതിലേക്ക് സൂചന നൽകുകയും ചെയ്യുന്നുണ്ട്. ദജ്ജാലിന്റെ കഴിവുകളൊന്നും അവന്റെ സ്വന്തമല്ല, അള്ളാഹ് വെളിവാക്കുമ്പോൾ മാത്രം ആവുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹ് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അവനക്ക് എന്തില്ല, ദജ്ജാലിന് പ്രവേശനമില്ല. അള്ളാഹു താല ഉദ്ദേശിക്കുമ്പോൾ അവന്റെ കഴിവുകളെല്ലാം ഇല്ലാതാവുകയാണ്. എന്തെല്ലാം കഴിവുകളാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുക്കുന്നത്. അതൊരു ബല ആണ്. ഈമാൻ ഉള്ളവരെയും ഈമാൻ ഇല്ലാത്തവരെയും എന്താണ് വേർതിരിക്കാനുള്ള ഒരു ബല ആണത്. എന്തൊക്കെയാണ്? അവന്റെ കൂടെ ഭക്ഷണം നിറഞ്ഞ പർവ്വതങ്ങൾ ഉണ്ടാവുന്നു. അവന്റെ കൂടെ ഭക്ഷണം നിറഞ്ഞ പർവ്വതങ്ങളും ഒഴുകുന്ന നദികളും ഉണ്ടാവും. ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവൻ ആകാശത്തോട് മഴ പെയ്യിക്കാനും ഭൂമിയോട് സസ്യങ്ങൾ മുളപ്പിക്കാനും കൽപ്പിക്കുന്ന. അതിന്റെ വിശദീകരണമായിട്ട് മഹാന്മാർ പറയുന്നത് എന്താണ്? അവനെ അനുസരിക്കുന്ന ആളുകളോട് ആ ദജ്ജാൽ വരുന്ന സന്ദർഭത്തിൽ വല്ലാത്ത വരൾച്ചയായിരിക്കും, ക്ഷാമായിരിക്കും എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വെള്ളം കിട്ടാൻ ആഗ്രഹമാണ്, എല്ലാവർക്കും ഭക്ഷണത്തിന് ആഗ്രഹമാണ്. അതിനെ ഈ പ്രതീകാത്മകമായിട്ട് പറയാറുണ്ട്. ദജ്ജാൽ വന്നാൽ മുൻഗാമികൾ പറയാറുണ്ട്, ദജ്ജാൽ വന്നിട്ടുണ്ടെങ്കിൽ സമുദ്രം മുഴുവൻ ദാഹം കാരണത്താൽ കുടിച്ചു തീർക്കും എന്നൊക്കെ പറയാറുണ്ട് പ്രതീകാത്മകമായിട്ട്. അതായത് വല്ലാത്ത ഇതായിരിക്കും, നദികളൊക്കെ വറ്റി വരണ്ടു പോയിട്ടുണ്ടാവും, എല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് സസ്യലതാദികളൊക്കെ. ആ സന്ദർഭത്തിൽ അനുസരിക്കുന്ന ആ പ്രദേശക്കാർക്ക്, അനുസരിക്കുന്ന ആളുകൾക്ക് ദജ്ജാൽ എന്ത് ചെയ്യും? മഴ വർഷിപ്പിക്കാൻ പറയും. അവിടെ മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളമായി. അതുപോലെ തന്നെ ഇവൻ അനുസരിക്കുന്ന ആളുകൾക്ക് ദജ്ജാൽ എന്ത് ചെയ്യുന്നു? ദജ്ജാൽ പറയും എന്ത്, ഇവിടെ പുല്ല് പുഷ്പാദികളൊക്കെ മുളക്കട്ടെ, പച്ചയുള്ള സസ്യങ്ങളെല്ലാം ഉണ്ടാവട്ടെ എന്ന് ദജ്ജാൽ പറയുമ്പോൾ അവിടെ പുല്ലുകൾ പുഷ്പങ്ങളൊക്കെ മുളക്കാൻ തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ആളുകൾ എന്താ മനസ്സിലാക്കി? ഇവൻ റബ്ബാണെന്ന് പറഞ്ഞത് മാത്രമല്ല, ഇവൻ വിചാരിച്ചു കൊടുത്ത് ഇവൻ അനുസരിക്കുന്നവർക്ക് എന്തുണ്ട്, ഗുണങ്ങളുണ്ട് എന്നല്ല മനസ്സിലാക്കുക. മനസ്സിലായോ? അതുപോലെ തന്നെ ശൂന്യമായ സ്ഥലങ്ങൾ, ആ സ്ഥലത്ത് നിധികളെ പുറപ്പെടുവിക്കും. നിധികൾ വരട്ടെ, നടക്കും നിധികൾ അവനെ പിന്തുടർന്നു കൊണ്ടുവരും എന്നൊക്കെ മനസ്സിലാവണ്ട. അതാ പറയണത്. അവന് ആ ഒരു വ്യക്തിയെ ഒരാളെ പിടിച്ചും കണ്ട് വാളുകൊണ്ട് വെട്ടി രണ്ട് കഷ്ണാക്കി മാറ്റും. എന്നിട്ട് അതിന് ശേഷം പറയും ജീവിക്കാൻ പറയും, ആ വ്യക്തി ജീവിക്കും. ഇങ്ങനെയുള്ള പലതും കാണുമ്പോൾ ആളുകൾ എന്ത് ചെയ്യാണ്? അതായത് കപട വിശ്വാസികൾ പൂർണ്ണമല്ലാതെ ഈ അത്ഭുതങ്ങളെ പിന്നാലെ പോണ ആളുകൾ, അത് കാത്തു രക്ഷിക്കട്ടെ. അവരൊക്കെ വേഗം വിശ്വസിച്ചിട്ട് പോകും. മാത്രമല്ല അള്ളാഹ്ക്ക് മാത്രമേ എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ. മറ്റേ അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ ചിലവര് ഔലിയാക്കളിലൂടെ, അള്ളാഹു തആല ഈമാനുള്ള ഔലിയാക്കളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങൾ, അസാധാരണ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്, അല്ലെ? അല്ലെങ്കിൽ കാഫിരീങ്ങളോട് അസാധാരണ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അതൊക്കെ സത്യമല്ല, അതൊക്കെ നിഷേധമാണ്, അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ. അങ്ങനെ വിശ്വാസിച്ചോളൂ. ഇത് കാണുമ്പോൾ ഇത് അള്ളാഹ് ഇരിക്കും എന്ന് വിചാരിക്കും.
അതേ സ്ഥാനത്ത് ആദ്യം തന്നെ ഔലിയാക്കളിലൂടെ അമ്പിയാക്കളെ മുഴുവൻ തോന്നുന്നതുപോലെ ഔലിയാക്കളുടെ കറാമത്ത് അത്ഭുതങ്ങൾ കാണുമ്പോൾ ഇത് അല്ലാഹു തആലയുടെ കഴിവ് തന്നെയാണ് ഇതിലുള്ളതും. ഇത് ഇവിടെ സ്വന്തമല്ല. ഇവിടെ ഈമാനിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടും ഈമാനിന്റെ അടയാളമായിക്കൊണ്ടും ഇവർ അള്ളാഹ് സ്വീകരിച്ചവരാണ് എന്നുള്ളതിനോട് തെളിവായിട്ട് അള്ളാഹ് വലിയ ഔലിയാക്കളോട് വെളിപ്പെടുത്തുന്നതാണ്. മറ്റത് അള്ളാഹുന്റെ പ്രവാചകരാണ് എന്നുള്ളതിനാണ് മുഅ്ജിസത്ത് വെളിപ്പെടുത്തുന്നത്. ഇസ്തിദ്റാജോ അത് ജനങ്ങൾക്ക് പരീക്ഷണമായിട്ട് അള്ളാഹു തആല ഈ അവിശ്വാസിയായ ആളുകളിലൂടെ അല്ലെങ്കിൽ അള്ളാഹു തആല അവിശ്വാസികളൂടെ മാത്രമൊന്നല്ല, വളരെയധികം പാപങ്ങൾ ചെയ്തു നടക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടാവില്ല കള്ളശേഖന്മാർ എന്നൊക്കെ പറയില്ലേ, അതായത് ശരിയത്തൊന്നുമില്ല. കള്ളശേഖന്മാർ എന്ന് പറയുന്നത് നമ്മുടെ ഷേഖന്മാരും നമ്മൾ ഷേഖന്മാരെ പിൻപറ്റുന്നവരാണ്. അവർ ഹക്കിന്റെ അഹലുകാരാണ്. അവർ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റി ജീവിക്കുന്നവരാണ്, ഖുർആനെ പിൻപറ്റി ജീവിക്കുന്നവരാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യം ഏറ്റെടുക്കുകയും വിരോധിച്ച് വിട്ടുനിൽക്കുകയും അങ്ങനെ മുത്തനബിയുടെ ശരീഅത്താണ് അവരുടെ മുഖമുദ്ര. അതിൽ കൂടെയാണ് വിലായത്ത് കിട്ടുന്നത്. എന്നാൽ ചില ആളുകൾ ശരീഅത്തിനൊക്കെ ഒഴിവാക്കി നിസ്കാരം വേണ്ട, ദിക്ർ മതി, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം ഹറാമിനൊക്കെ ഹലാലാക്കിക്കൊണ്ട് നടക്കുന്ന കുറെ ആളുകളെ കാണാൻ സാധിക്കും. ഇതാണ് പറയുന്നത്. അവരിലൂടെയും എന്തുവരും ജനങ്ങൾക്ക് പരീക്ഷണമായിക്കൊണ്ട് ജനങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെയാണോ വിശ്വസിക്കുന്നത്, അത്ഭുതങ്ങളെയാണ് വിശ്വസിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു തആല ബലാ അതിന് ഇസ്തിദ്റാജ് എന്ന് പറയും. പക്ഷെ അതൊന്നും ആ കഴിവുകൾ ഇവർക്ക് സ്വന്തമല്ല, അള്ളാഹ് പരീക്ഷണത്തിനാണ് വെളിവാക്കുന്നത് എന്നുള്ള വിശ്വാസമുള്ളവർ ഈ ദജ്ജാലിന്റെ ഇതിൽ പെടൂല. അല്ലാത്തവര് അള്ളാഹ്ക്ക് മാത്രമേ കേട്ടു, അപ്പൊ ഇത് ദജ്ജാലിന്റെതാ, അത് ശരി കാണാൻ അവര്, അപ്പൊ ഇത് തന്നെ ആയിരിക്കും അല്ല എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ട്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ശരിക്കുള്ള അറിവ് നമുക്ക് വേണം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ശരിയായ ഇൽമുകളും ആ വിശ്വാസം നമ്മൾക്ക് ഉണ്ടെങ്കിൽ അള്ളാഹ് ഫള് ചെയ്യുകയാണെങ്കിൽ ഇന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് അത് ഉണ്ടായാലും അള്ളാഹിനോട് അഭയം തേടിക്കൊണ്ടിരിക്കണം. മനസ്സിലാവുണ്ട. എന്താണ് ഹദീസിലൊക്കെ കാണാൻ സാധിക്കും. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്. മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാ അതിനെ നിവേദനം ചെയ്തിട്ടുണ്ട്. അതായത് അതിനെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു, തീർച്ചയായും അവന്റെ കൂടെ വെള്ളവും തീയും ഉണ്ടാകും, എന്നാൽ അവന്റെ തീ വെള്ളവും അവന്റെ വെള്ളം തീയുമായിരിക്കും. ദജ്ജാലിന്റെ കൂടെ വെള്ളം ഉണ്ടാവും, തീയും ഉണ്ടാവും. അപ്പൊ അവന്റെ വെള്ളം ചെയ്ത യഥാർത്ഥത്തിൽ തീയാണ്. ആ വെള്ളത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുമ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ഈ ദജ്ജാലിനെ വിശ്വസിച്ച ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവർക്ക് കിട്ടുന്ന തീയാണ് എന്നർത്ഥം, അതായത് നരകാണ്. അതേ സ്ഥാനത്ത് അവര് വിശ്വസിക്കാത്തവർക്ക് അവൻ എന്ത് ചെയ്യും? അവന് ഉപദ്രവിക്കും. തീ എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് ചാമ്പലാക്കും, കത്തിച്ചു കളയും, കുറെ ഉപദ്രവങ്ങൾ അവനക്ക് ഉണ്ടാവും. എന്നാലും വേണ്ടില്ല ഇന്നെ വിശ്വസിക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ തീയിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിലായിരിക്കും വീഴുക. അത് അവർക്ക് വെള്ളം കിട്ടുന്നത് പോരാ. അള്ളാഹു തആല എന്ത് ചെയ്യും? അവന്റെ തീയിൽ വീണവർക്ക് അള്ളാഹു അവന്റെ ഭാഗത്ത് നിന്ന് വെള്ളം കുടിപ്പിക്കും എന്നാണ് ആ ആശയം നമുക്ക് മനസ്സിലാവുന്നത്. അത് സ്വർഗത്തിലാണ് അവർ എന്നാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ഇതൊക്കെ ഹദീസുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താണ് മനസ്സിലായ കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, അവന് അല്ലാഹു തആല ഉദ്ദേശിച്ച ആളുകളുണ്ട് വരുമ്പോ അവൻ ആകെ എന്ത് ചെയ്യും? ബേജാറാവും. ഇതിൽ വലിയൊരു സുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദജ്ജാൽ ആകെ 40 ദിവസമേ ജീവിക്കുള്ളൂ. അതായത് അവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ 40 ദിവസമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 40 ദിവസത്തിൽ ഒന്നാമത്തെ ദിവസം ഉണ്ടല്ലോ, സാധാരണ ദിവസം ആവില്ല. ആ ഒന്നാമത്തെ ദിവസം, ആദ്യത്തെ ദിവസം ഒരു വർഷത്തിന് തുല്യമായിരിക്കും. ഒരു വർഷത്തിന്റെ ദൈർഘ്യമാണ് ആ ദിവസത്തിന് ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമായിരിക്കും. മൂന്നാമത്തെ ദിവസം ഒരു ആഴ്ചയുടെ ദൈർഘ്യമായിരിക്കും. പിന്നെയുള്ള ബാക്കി ദിവസങ്ങളൊക്കെ സാധാരണ ദിവസങ്ങളെ പോലെ സാധാരണ ദിവസങ്ങൾക്ക് തുല്യമായിട്ടായിരിക്കും ഉണ്ടാവുക. സാധാരണ ദിവസങ്ങൾ പോലെയായിരിക്കും. അപ്പൊ ഇവരിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്രാപിക്കാൻ സാധിക്കുക? ഇവരിൽ നിന്ന് രക്ഷപ്രാപിക്കാനുള്ള മാർഗവും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവനിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഒരു മാർഗം ഇതേപോലെ, ഇപ്പൊ നമ്മളിപ്പോ ഇത് കേൾക്കുന്നുണ്ടല്ലോ, ഇതാണ് ഒന്നാമത്തെ മാർഗം. എന്താ? ഇവന്റെ അവസ്ഥകളും ഇവന്റെ സ്വഭാവങ്ങളും തിരിച്ചറിയുക എന്നുള്ളതാണ്. ദജ്ജാലിന്റെ അവസ്ഥകൾ ഇന്ന അവസ്ഥകളൊക്കെ ഉണ്ട് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. 2, ഇവന്റെ സ്വഭാവം ഇന്നതൊക്കെ ആണ് എന്നും മനസ്സിലാക്കി വെക്കുക. അത് അവന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. രണ്ടാമത്തെ എന്താണ്? അള്ളാഹുൽ അഭയം തേടുക. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുൽ എപ്പോഴും അഭയം, മസീഹ് ദജ്ജാലിനെ ശരണപ്പെട്ട് അഭയം തേടിക്കൊണ്ടിരിക്കുക. മൂന്നാമത്തേത് പറയുന്നത് എന്താണ്? സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാടമാക്കുക. അപ്പൊ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാടമാക്കിയവർക്ക് ഇവരുടെ ശരണത്തോട് രക്ഷപ്പെടാൻ സാധിക്കുന്ന. മറ്റൊരു റിവായത്തിൽ അവസാനത്തെ 10 ആയത്തുകൾ എന്ന് മറ്റൊരു റിവായത്തിലുണ്ട്. അതുകൊണ്ട് ആദ്യത്തെയും അവസാനത്തെയും 10 ആയത്തുകൾ മനഃപ്പാടമാക്കിയ നല്ലതാണ്. നാലാമത്തത് എന്താണ്? അവരിൽ നിന്ന് അകന്നു നിൽക്കുക. അവനെ തൊട്ട് അകല്, അതായത് അവനെ തൊട്ട് വിട്ടോട്, അവനുള്ളോടത്ത് നിൽക്കേണ്ട, അവൻ
മദീനത്തും ഹറമിലും ഈ ദജ്ജാല് വരൂല, അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയിൽ വരൂല, ഇങ്ങനെയുള്ള ഓരോ മസ്ജിദ് തൂറിൽ വരൂല എന്ന് മനസ്സിലാക്കി അവിടേക്ക് പോവുക. ഏറ്റവും നല്ല മുത്തുനബിയുടെ ഹലറത്തിലേക്ക് പോവുക, മസ്ജിദ് നബവിയിലേക്ക് പോവുക, മദീനയിലേക്ക് പോവുക. ഇങ്ങനെ അവന് വരാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വിട്ട് ഓനെ തൊട്ട് ഓടി അകലുക. അതല്ല അവനായിട്ട് മത്സരിക്കാനോ യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല. അവനെ തൊട്ട് ഓടി അകലുക എന്നത്തെ ഇതുള്ളൂ. അവിടെ ധൈര്യം കാണിക്കാനുള്ള ധൈര്യം അള്ളാഹു പറഞ്ഞ, അള്ളാഹുന്റെ റസൂല് പറഞ്ഞില്ല, അഭയം തേടുക എന്നുള്ളതാണ്. അതായത് അവിടെ പോവുക. അഞ്ചാമത്തെ എന്താണ്? സൽക്രമങ്ങൾ ചെയ്യുക. അതെല്ലാവർക്കും പറ്റും. എന്റെ പ്രിയമുള്ളവർ, ഏറ്റവും വലിയ സൽക്കർമ്മം ഈമാനാണ്. അള്ളാഹുവിനോടുള്ള ദാത്തിലുള്ള, അള്ളാഹിന്റെ ദാത്തിലുള്ള യഖീൻ ഇവർക്കുണ്ടാവണം. അതുപോലെ തന്നെ അള്ളാഹിന്റെ റസൂലിനുള്ള ഈമാനുമാണ്. മുത്തനബിയുടെ കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഉണ്ടാകാതിരിക്കുക. മുത്തനബിയെ സംബന്ധിച്ച് പൂർണ്ണമായുള്ള വിശ്വാസം ഉണ്ടായിരിക്കും. അതോടുകൂടി സൽക്കർമ്മങ്ങൾ, മറ്റുള്ള കർമ്മങ്ങൾ, അഅ്മാലു സ്വാലിഹാത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ല അമലുകൾ ചെയ്യുക. മനസ്സിലാവുണ്ട? വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതുക. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഖത്തം അത് സാവധാനാണെങ്കിലും തീർക്കുക. ഇതൊക്കെ എന്തുണ്ട്? ഇങ്ങനെ സൽക്രമങ്ങൾ, മുത്തുനബിയുടെ സ്വലാത്ത്, തസ്ബീഹാത്തുകൾ, ദിക്റുകൾ, ദിക്റിന്റെ ഹൽക്കകൾ, ഇൽമിന്റെ മജ്ലിസുകൾ, മഹാന്മാരായ മശായിഖന്മാരോടുള്ള സഹവാസങ്ങൾ, അവരുടെ തർബിയത്ത് സ്വീകരിച്ചുകൊണ്ടുള്ള മുന്നേറല്, അവരിൽ മഹാന്മാരായ അല്ലാഹു തആലയുടെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ ആരിഫീങ്ങളുമായി സഹവസിക്കുകയും അവരുടെ കൂടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഇതൊക്കെ ഉണ്ടായാലും അല്ലാഹു തആല എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നുണ്ടായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ദജ്ജാലിന്റെ ശർറിന്റെ ഫിത്ന തൊട്ട് കാത്തു സംരക്ഷിക്കുമെന്ന് ഹദീസുകൾ എടുത്ത് നോക്കി കാണാൻ സാധിക്കും. മനസ്സിലാവുക? ഇവനെ വധിക്ക ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ദജ്ജാലിന്റെ സന്ദർഭത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. ആകാശത്ത് നിന്ന് വിളിയാളം വരും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വിളിയാളം വരും. ആളുകൾ എല്ലാവർക്കും സന്തോഷം, എല്ലാവരും ഈ ബേജാറുള്ള ടൈമാണ്, ഭയാനകമായ സമയമാണ്. എല്ലാവരും ഓടി അങ്ങോട്ട് ഇറക്കാൻ നോക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വന്നു കഴിഞ്ഞാൽ ദജ്ജാല് ആ സന്ദർഭ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അതായത് ഹദീസിൽ കാണാൻ സാധിക്കും. ദജ്ജാൽ എന്ത് ചെയ്യും? ഈസാ നബി അലൈഹി ദജ്ജാൽ ഇങ്ങനെ എന്താ പറയാ, ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. അങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് അവന്റെ വാദവുമായി വരുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറക്കത്തിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അല്ല ഹദീസ് പറയുന്നുണ്ട്. അവര് എന്താ പറയാ, അവരുടെ മുടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ട് ഇറങ്ങാൻ തോന്നും, മുടിയിൽ നിന്ന് വെള്ളം എത്തുന്നത് പോലെ തോന്നുന്നു. മഞ്ഞ വസ്ത്രം ധരിച്ചിട്ടായിരിക്കും ഇറങ്ങാന്നൊക്കെ റിവായത്തിൽ കാണാൻ സാധിക്കും. ആകാശത്ത് നിന്ന് ഇറങ്ങും. എന്നിട്ട് ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപാട് അവൻ ഓടാൻ തുടങ്ങുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നിറങ്ങ ഹദീസ് പറയുന്നുണ്ട്. എന്താ ഹദീസിൽ പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, യൻസിലു ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങും. ഫഇദാ റആഹു ദജ്ജാൽ, അവനെ കണ്ടാൽ, അദുവുല്ലാഹ്, ഫഇദാ റആഹു അദുവുല്ലാഹി, അല്ലാഹുവിന്റെ ശത്രു അവനെ കണ്ടാൽ, ഐ അദ്ദജ്ജാലു, അതായത് ദജ്ജാൽ, ദജ്ജാൽ അവനെ കണ്ടാൽ, ദാബ കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, അവൻ അങ്ങനെ ഒലിച്ചു പോകും, അലിഞ്ഞു പോകും. ദാബാൻ അലിയ, അലിഞ്ഞു പോകും. കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, എപ്രകാരം വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞു പോകുന്നു അപ്രകാരം ദജ്ജാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടാൽ അലിഞ്ഞു പോകും. അത് കാണത്താൽ അവൻ അവിടുന്ന് ഓടി വിളിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവനെ പിന്തുടരും. മനസ്സിലാവുണ്ട? ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നത് എന്താണ്? അള്ളാഹു അവരുടെ കൈകളാൽ അവനെ കൊല്ലുകയും തന്റെ കുന്തത്തിൽ അവന്റെ രക്തം ജനങ്ങളെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിക്കുകയും ചെയ്യുന്ന, അതായത് അല്ലാഹു തആല ഈ ഈസാ നബി അലൈഹി സ്വലാമിന്റെ കരങ്ങളെ കൊണ്ട് അവനെ കൊല്ലുകയും ഫയുരീഹിം, ആ ജനങ്ങൾക്ക് ഈസാ നബി അലൈഹി സ്വലാം കാണിച്ചു കൊടുക്കും, ദമഹു, അവന്റെ രക്തത്തെ, ഫി ഹർബതി, ഈസാ നബി അലൈഹി സ്വലാം തന്റെ കുന്തത്തിൽ കാണിച്ചു കൊടുക്കുന്നു. ഇത് മുസ്ലിം ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മനസ്സിലാവുണ്ട? അങ്ങനെ എവിടെ വെച്ചിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാം കൊണ്ട് അവനെ കൊല്ലല്? സിറിയയിലെ ബാബിലൂദ് എന്ന സ്ഥലത്ത് വെച്ചായിരിക്കും അവനെ ഈസാ നബി അലൈഹി സ്വലാം കൊല്ലുക. മനസ്സിലാവും? അപ്പോ വലിയൊരു ഫിത്നയാണ്. ശേഷം യഅജൂജ് മഅജൂജ് വരും. ഈ ദജ്ജാലിന്റെ ഫിത്നയ്ക്ക് ശേഷം യഅജൂജ് മഅജൂജിന്റെ ആ രംഗം വരും. അവിടെ മനസ്സിലാവുന്നുണ്ട്, അവിടെയാണ് മഹദി ഇമാമിന്റെ ഇതൊക്കെ അവിടെ ചരിത്രത്തിൽ ആ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ യഅജൂജ് മഅജൂജിന്റെയും ദജ്ജാലിന്റെയും യഅജൂജ് മഅജൂജിന്റെയും കാലശേഷം അവരൊക്കെ നശിപ്പിച്ചതിനു ശേഷം
അള്ളാഹു താല ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിലൂടെയും അതുപോലെ തന്നെ ഈ ഇമാം മഹദി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ മഹദി ഇമാമാണ് എന്ത് ചെയ്യുക, അള്ളാഹു താല മഹദി ഇമാമിലൂടെയാണ് നശിപ്പിക്കുക. അതിനുശേഷം വല്ലാത്ത സമൃദ്ധിയുള്ള ഐശ്വര്യമുള്ള സമാധാനമുള്ള സന്തോഷമുള്ള അള്ളാഹു താല തൃപ്തിപ്പെട്ടതായ വളരെ റാഹത്തുള്ള വർഷങ്ങളായിരിക്കും പിന്നീട് ഉണ്ടാവും. കുറച്ച് കാലങ്ങളോളം വളരെ സന്തോഷകരമായ ഒരു ജീവിതം ഈ ഭൂമി ലോകത്ത് നടക്കും. വളരെ സന്തോഷകരമായ ജീവിതം. എന്നിട്ടാണ് ബാക്കിയുള്ള അലാമത്തുകൾ തുടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പറച്ചിലിനെയും കേൾക്കലിനെയും അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ. നമ്മളെ ഏവരെയും അള്ളാഹു താല നമ്മുടെ തലമുറകളെയും അള്ളാഹു താല ദജ്ജാലിന്റെ ഫിത്നകളെ തൊട്ട് കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു താല ഈമാനിലും മരിക്കുവാനും ഇസ്ലാമിലും ഈമാനിലും അള്ളാഹു താല ഉറച്ചു നിന്ന് ആ ഈമാനോടുകൂടി മരിക്കുവാനുള്ള ഉന്നതമായ തൗഫീഖ് നൽകി അള്ളാഹു താല നമ്മളെ ഏവരെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു താല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു താല നാളെ സ്വർഗ്ഗലോകത്ത് മുത്തുനബിയുടെ കൂടെ നമ്മുടെ മശാഖന്മാരുടെ കൂടെ അള്ളാഹു താല സന്തോഷത്തോടെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ഷെയ്ഖുമാരുടെ ഉസ്താദുമാരുടെ പദവികൾ നാൾക്ക് നാളെ ഉയർത്തട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖുനാഥങ്ങളുടെയും ഉസ്താദുമാരുടെയും മാതാപിതാക്കന്മാരുടെയും ഭാര്യ സന്താനങ്ങളുടെയും മറ്റു സഹോദരന്മാരുടെയും മുസ്ലിം സഹോദരന്മാരുടെയും സഹോദരികളുടെയും ആയുസ്സിലും ആരോഗ്യത്തിലും അള്ളാഹു താല അവന്റെ ദീനിന്റെ ഖിദ്മത്തിലായി അവന്റെ തൃപ്തിയിലായി അള്ളാഹു താല വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. ആയുസ്സിലും ആരോഗ്യം രുചികളൊക്കെ അള്ളാഹു താല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാ വിപത്തുകളെയും അള്ളാഹു താല നമ്മുടെ തൊട്ട് ദൂരീകരിക്കുകയും ഇസ്ലാമിന്റെ ശത്രുക്കളെ ഷെറുകൾ തൊട്ട് മുസ്ലിം മൊത്തം അള്ളാഹു താല കാത്തു സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദിൽ ശിർക വൽ കഫറത വൽ കാഫിരീൻ. അല്ലാഹുമ്മ ദമ്മിർ അദാഅനാ വഅദാഅക വഅദാഅദ്ദീൻ. അല്ലാഹുമ്മ ശത്തിത് ശംലഹും വമസ്ഖ് ജംഅഹും വസൽസിൽ ഖതാമഹും യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത്തൽ ഫിർദൗസ് മഅ മശായിഖിനാ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ ബിജാഹി സയ്യിദിനാ നബിയിനാ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈർ ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.